സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ സീരീസ്. നമ്മൾ ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്ന ഒരു പുതിയ സീരീസിനെ പറ്റിയാണ്. സീരീസ് ജസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ്. നമ്മളിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ലൈവ് ട്രേഡിംഗ് സെഷൻസ് ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡിങ് ചെയ്തായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സ്റ്റാർട്ടിങ് ഓഫ് ട്രെൻഡ്സ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയാണ് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാനുള്ളത്. ഓക്കെ, ഫുൾ ഡിസ്ക്ലോഷർ നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. What is a trend? A trend refers to an overall direction in which a price of a stock or market is moving for a period of time. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഓൾ ഓവർ ഒരു മാർക്കറ്റ് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകുന്നതിനാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ മെയിൻലി 2 ടൈപ്പ് ഓഫ് ട്രെൻഡാണ് ഈ ഫോട്ടോയിൽ കൊടുത്തേക്കുന്നത്. അപ്പ് ട്രെൻഡും ഡൗൺ ട്രെൻഡും. അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു അപ്പ് സൈഡിലേക്ക് ഒരു ഡയറക്ഷനിൽ മാർക്കറ്റിലേക്ക് പോകുന്നതിനാണ് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് ലോവർ ചെയ്യുന്ന ഹയറിലേക്ക് പോകുന്നതിനാണ് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് പ്രൈസ് ഹയർ ചെയ്യുന്ന ലോവറിലേക്ക് താഴേക്ക് പോകുന്നതിന് ഒരു ഡൗൺ സൈഡ് ഡയറക്ഷനിലേക്ക് വരുന്നതിനാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ട്രെൻഡ്സ് ആർ ഓഫ് 3 ടൈപ്സ്. 3 ടൈപ്പിലാണ് ട്രെൻഡ്സ് ഉള്ളത്. ഒന്ന് അപ്പ് ട്രെൻഡ്, നമ്മൾ തൊട്ടുമ്പോൾ നോക്കിയതുപോലെ. ഡൗൺ ട്രെൻഡ്, താഴേക്ക് വരുന്ന ഒരു ട്രെൻഡ് നമ്മൾ തൊട്ടുമ്പോൾ നോക്കിയതുപോലെ. പിന്നെ വരുന്നതാണ് സൈഡ് വേസ് ട്രെൻഡ്സ്. ഇനി നമുക്കിതിനെ ഡീപ്ലി നമുക്കിത് അനലൈസ് ചെയ്യാം. ഹിയർ ദി പ്രൈസ് മേക്സ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്. പ്രൈസ് ഹയർ ഹൈസും ഹയർ ലോസും സെലക്ട് ചെയ്താണ് പോകുന്നത്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്? ഹയർ ഹൈസ് ഹയർ ലോസ് എന്നാണ് കാണിച്ചു തരാം. ഇതിപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഫോം ചെയ്ത് ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടാക്കി താഴേക്ക് വന്ന് ഇവിടെ ഒരു ഡിപ്പ് എടുത്തു. ഇവിടുന്ന് ഒരു സപ്പോർട്ട് പോലെയുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തു. ഇത് ഒരു ഹയർ ഹൈ ആണ്. ഈ മാർക്കറ്റിൻ്റെ ഹൈ ഇവിടെയാണ് ഫോം ചെയ്യണത്, ഈ ഒരു റേഞ്ചിൽ. ഈ ഒരു പൊസിഷൻ്റെ നെക്സ്റ്റ് ഹയർ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോറി, ഇതാണ് ഈ ഒരു പോയിന്റിൻ്റെ നെക്സ്റ്റ് ഹയർ ഹൈ. ഇനി ഈ ഒരു പോയിന്റിൻ്റെ നെക്സ്റ്റ് ഹയർ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിതിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് അപ്സൈഡ് ഡയറക്ഷനിലേക്കാണ് ഓവറോൾ മാർക്കറ്റ് പോകുന്നത്. ബട്ട് ഒരു ട്രെൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഹൈൻ്റെ ഫോം ചെയ്ത് അടുത്ത ഹൈൻ്റെ ഫോം ചെയ്ത് ഹൈൻ്റെ ഫോം ചെയ്ത് ഹൈ ഇത് പോകും. ഓക്കെ, അപ്പം ഹയർ ഹൈസ് ആണിത്. ഓക്കെ, നമുക്കിതിൽ ജസ്റ്റ് ഹയർ ഹൈസ് ആണോ പറയുന്നത്? പ്രൈസ് മേക്സ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആണ് പറയുന്നത്. ഹയർ ലോസ് എന്താണ്? ഇതൊരു ലോ ആണ്. ഈ ഒരു മാർക്കറ്റിൻ്റെ ലോ പോയിന്റ് ഇതാണ്. ഇതിൻ്റെ ഹയർ ലോ ഇതാണ്. ഇതിൻ്റെ അടുത്ത ഹയർ ലോ ഇതാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഹയർ ലോ ഇതാണ് ഈ പോയിന്റ്. ഇനി ഇതിൻ്റെ ഹയർ ലോ ഇത് ഈ ഒരു ഏരിയ. ഇനി അതിൻ്റെ ഹയർ ലോ ഇതാണ്. ഇതിൻ്റെ ഹയർ ലോ ഇതാണ്. അപ്പോൾ നമുക്ക് ലോ എന്ന് പറയുമ്പം താഴേക്കാണ്, ബട്ട് ഇതിൽ അങ്ങനെയല്ല, ഹയർ ലോസ് ആണ്. നമുക്ക് ഹയറിലേക്ക് പോകുന്ന ലോസ്, ഇത് ഹയറിലേക്ക് പോകുന്ന ഹൈസ്. അപ്പം നമുക്ക് മാർക്കറ്റിൻ്റെ അപ് ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കും. ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഫോംസ് എ അപ് ട്രെൻഡ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. സ്മാൾ ഡിപ്സ് ഹാപ്പൻ ബട്ട് ദി ഓവറോൾ ഡയറക്ഷൻ സ്റ്റേസ് അപ്വേർഡ്. ഓക്കെ, നമുക്ക് ഇതിൽ പറയുന്നത് സ്മാൾ ഡിപ്സ് ഹാപ്പൻ ബട്ട് അത് ഓവറോൾ ഡയറക്ഷൻ സ്റ്റേസ് അപ്വേർഡ്. ഓക്കെ, നമുക്കിത് ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മാർക്കറ്റ് ഇവിടുന്ന് മേളിലേക്ക് ഒരു ഹയർ ഹൈയിലേക്ക് പോയി ഇവിടെ നിന്നു. ഇവിടെ നിന്നതിന് ശേഷം മാർക്കറ്റ് ഇത് എങ്ങോട്ടേക്ക് പോകുന്നത്? അടുത്ത ഒരു ഹയർ ഹൈ ഫോം ചെയ്യണതിന് പകരം ഇവിടെ ഒരു ലോയും കഴിഞ്ഞ് താഴേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പം ഒരു ഡിപ്പ് പോലെ ഇവിടെ വരിക, ഡിപ്പ് പോലെ ഒരു പ്രീവിയസ് ഡേക്ക് താഴേക്ക് ഒരു ഡിപ്പ് പോലെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഒരു ഡിപ്പ് പോലെ നോക്കും. അപ്പോൾ ഇവിടെ നോർമലി ട്രേഡേഴ്സ് എന്ത് ചെയ്യും? ഇവിടെ അപ് ട്രെൻഡ് കഴിഞ്ഞു, ഇനി നോർമൽ റിവേഴ്സിൽ പോകുമ്പോഴാണ് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റിൻ്റെ ഫോം ചെയ്യുമെന്ന് പറയുന്നത്. അവിടെ സെൽ ഓപ്ഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സെൽ ഓപ്ഷൻ എടുക്കുന്ന ആൾക്കാർ ബയേഴ്സിൻ്റെ ട്രാപ്പിൽ പെട്ട് അവിടെ ഓവറോൾ പ്രോഫിറ്റ് ബയേഴ്സിന് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാ പറയുന്നത് സ്മാൾ ഡിപ്സ് സംഭവിക്കും ബട്ട് ദി ഓവറോൾ ഡയറക്ഷൻ സ്റ്റേസ് അപ്വേർഡ്. ഓക്കെ, ഞാൻ ഇതിവിടെ ഒരു പാരലൽ ചാനൽ വരച്ചിട്ടുണ്ട്. സോ ദാറ്റ് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇത് പറയുന്ന കാര്യങ്ങളൊന്നും
പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളിത് എഴുതി വെക്കുന്ന നോട്ട് ചെയ്യേണ്ടത് ആവശ്യമില്ല. ജസ്റ്റ് അനലൈസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ചാർട്ട് ഉണ്ടെങ്കിൽ അത് ചാർട്ട് വേണം. അത് ലാപ്ടോപ്പ്, ഫോൺ ഉണ്ടെങ്കിൽ അത് ചാർട്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ. എ ബ്രേക്ക് ബിലോ ദി സപ്പോർട്ട് ലെവൽ മേ എൻഡ് അപ്പ് ദി അപ് ട്രെൻഡ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒരു അപ് ട്രെൻഡിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. ഈ ബ്രേക്ക് നമുക്ക് എപ്പോഴാണ് ഈ അപ് ട്രെൻഡ് ഒരു റിവേഴ്സിലാവുന്നത്? ഈ അപ് ട്രെൻഡ് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുകയില്ലേ, ഇതിന് ഒരു കേടുണ്ടായി, ഇതിനൊന്ന് ഒരു താഴേക്കൊരു ഫ്ലോ വന്നാൽ മാത്രമേ നമുക്ക് അപ് ട്രെൻഡ് റിവേഴ്സിലായി ഒരു ബ്രേക്ക് വന്നെന്ന് പറയാൻ പറ്റൂ. ഇങ്ങനെ പോയ മാർക്കറ്റ് ഇവിടെ വെച്ച് ബ്രേക്കായിട്ട് നേരെ താഴേക്ക് വരണം, എങ്കിലേ അതൊരു അപ് ട്രെൻഡ് റിവേഴ്സിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റോക്ക് റൈസിങ് ഫ്രം 60 നിന്ന് 63ലേക്ക്, 65ലേക്ക്, 69ലേക്ക്, 70ലേക്ക് ഇങ്ങനെ പോകുന്ന മാർക്കറ്റിനെയാണ് അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ഡൗൺ ട്രെൻഡ്. പ്രൈസ് മേക്സ് ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. പ്രൈസ് നമുക്ക് തൊട്ടുമ്പോൾ നമ്മൾ അപ് ട്രെൻഡിൽ നോക്കിയതുപോലെ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആണ്. അപ്പോൾ ഡൗൺ ട്രെൻഡിൽ ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ആണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ ലോവർ ഹൈസ് എന്ന് പറഞ്ഞുതരാം. ഇത് ഓക്കെ, ഞാൻ ഇതിൽ മാർക്കർ എടുത്തേക്കാം. ഇത് ഒരു ഹൈ ആണ്, ഒരു ലോവർ ഹൈ, ഇതൊരു ഹൈ ആണ്. ഇതിൻ്റെ ലോവർ ഹൈ ഏതാണ്? ഈ ഒരു പോയിന്റ് ഒക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ലോവർ ഹൈ ഇതാണ്. ഇതിൻ്റെ ഒരു ലോവർ ഹൈ ഇതാണ്. അതിൻ്റെ കഴിഞ്ഞത് ഇവിടെയാണ്. ഇങ്ങനെ മാർക്കറ്റ് താഴേക്ക് പോകും. ഇത് നമുക്ക് ഹൈ ആണെന്ന് അറിയാം. ഇതിൻ്റെ ഹൈ ഇതിൻ്റെ ഒരു ലോവർ ഹൈ ഇതാണ് വെർഷൻ. ഇതിൻ്റെ ഒരു ലോവർ ഹൈ വെർഷൻ ഇതാണ്. ഇതിൻ്റെ ഒരു ലോവർ ഹൈ വെർഷൻ ഇതാണ്. ഇതിൻ്റെ ഇങ്ങനെ താഴേക്ക് പോകും. ഓക്കെ, ഇനി ലോവർ ലോ വെർഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു ലോ വെർഷൻ ഇതാണ്. ഈ മാർക്കറ്റിൻ്റെ ഇതിൻ്റെ ഒരു ലോവർ ലോ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, നിങ്ങൾ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാരലോഗ്രാം, ഒരു പാരലൽ ലൈൻ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ഡൗൺവേർഡ് സെക്ഷനിൽ നിന്ന് ഈ സൈഡ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചിട്ട് അതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോവർ ലോ എന്ന് പറയുന്നത് ഇവിടെ ഒരു ലോ സെക്ഷൻ, ഇവിടെ ഒരു ലോ സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് വരുന്ന ലോ സെക്ഷൻ ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലോ സെക്ഷൻ വരുന്നത് ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലോ സെക്ഷൻ ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലോ സെക്ഷൻ ഇതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ലോ സെക്ഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹയർ ഹൈസും വരുന്നുണ്ട്, ലോവർ ലോസും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ താഴേക്ക് പോകുന്ന മാർക്കറ്റിനെയാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മാൾ അപ്വേർഡ് ഒക്കേഴ്സ് ബട്ട് ദി ഓവറോൾ ഡയറക്ഷൻ സ്റ്റേസ് റിമെയിൻ. നമുക്ക് അപ് ട്രെൻഡിൽ നമ്മളൊരു കണ്ട കാര്യമാണ്, സ്മാൾ ഡിപ്പ് ഒക്കർ ചെയ്യും, ബട്ട് അപ്പോൾ ഓവറോൾ മാർക്കറ്റിൻ്റെ ഫോർമേഷൻ അപ്വേർഡിലായിരിക്കും. ഇതിൽ സ്മാൾ അപ്വേർഡ് മൂവ്മെൻറ്റ് ഒക്കർ ചെയ്യും, ബട്ട് ദി ഓവറോൾ ഡയറക്ഷൻ റിമെയിൻസ് ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഒരു മാർക്കറ്റ് ഇങ്ങനെ ഡൗണിലേക്ക് വന്നു, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോലെ മാർക്കറ്റ് മേളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി സെല്ലേഴ്സ് വിചാരിക്കും മാർക്കറ്റ് ഓവറോൾ താഴേക്ക് പോയി കഴിഞ്ഞ് ഇനി മേളിലേക്ക് എക്സ്പ്ലോഡ് ചെയ്യാനായിരിക്കും പോകുന്നത്. മാർക്കറ്റ് മേളിലേക്ക് എക്സ്പ്ലോഡ് ചെയ്യാനായിരിക്കും പോകുന്നത് ഇവിടുത്തെ ബയേഴ്സ് വിചാരിക്കും. ബട്ട് നമുക്ക് ഒരു ചാനൽ വരച്ചിട്ട് ഡൗൺ ട്രെൻഡ് നോക്കി നിൽക്കുന്ന ഒരാൾക്കാർക്ക് മനസ്സിലാവും ഇത് റിവേഴ്സലിലേക്ക് ഇത് നേരെ ഇവിടുന്ന് റിവേഴ്സലിലേക്ക് പോകത്തില്ല, നേരെ ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ പോകും. അതേപോലെ തന്നെ ആ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. എ സ്റ്റോക്ക് ഫോളിങ് ഫ്രം 100, 95, 90, 85. ഒരു 100ൻ്റെ പ്രൈസുള്ള ഒരു സ്റ്റോക്ക് അത് 95ലേക്ക് പോകും, 90ലേക്ക് പോകും, 85, 80, 70 അങ്ങനെയൊക്കെ ഒരു ഡൗൺ സൈഡിലേക്ക് പോകുന്ന മാർക്കറ്റിനെയാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു സൈഡ് വേസ് ട്രേഡിംഗ്. സൈഡ് വേസ് മാർക്കറ്റ് ഇതിൽ നമുക്ക് ഇത് മാക്സിമം നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ചാർട്ട് മാക്സിമം ഒരു സ്യൂട്ടബിൾ ആയിരിക്കും. സ്യൂട്ടബിൾ എന്നല്ല, ഒരു ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, ആ ഒരു വേർഡാണ് കറക്റ്റ്, ഫെമിലിയർ ആയിരിക്കും. കാരണം നമുക്ക് മാക്സിമം ലോസ് സംഭവിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റാണ്, ഒരു ചാർട്ട് പാറ്റേൺ ഈ ഒരു മാർക്കറ്റ്. ഇതിൽ ഒരു കറക്റ്റായിട്ട് ഒരു അപ് ട്രെൻഡും ഇല്ല, ഒരു കറക്റ്റായിട്ട് ഒരു ഡൗൺ ട്രെൻഡും ഇല്ല. സോ ഇറ്റ്സ് ഹാർഡ് ടു ഫൈൻഡ് വെയർ ദി മാർക്കറ്റ് ഈസ് ഗോയിങ്. ഓക്കെ, ദി പ്രൈസ് മൂവ് വിത്തിൻ എ റേഞ്ച്.
ഒരു റേഞ്ചിൻ്റെ അകത്തായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിലായിരിക്കും പോകുന്നത്. ഒരു ബയേഴ്സിനും ഒരു ഡിസിഷൻ ഇല്ല, ഒരു സെല്ലേഴ്സിനും ഒരു ഡിസിഷൻ ഇല്ല. മാർക്കറ്റിനെ അതിൻ്റെ ഒരു രീതിയിൽ അങ്ങ് വിട്ടേക്കുകയാണ് ഇത് ഇങ്ങനൊരു രീതിയിൽ പോകുന്നത്. സോ ഇതിൻ്റെ ഇടയിൽ ഒരു ബയേഴ്സ് ട്രാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്, സെല്ലേഴ്സ് ട്രാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അവരെ അമൗണ്ട് അവർ ബിറ്റ് ചെയ്ത എമൗണ്ട് എല്ലാം ഇവിടെ കിടന്ന് ഐസൊലേറ്റ് ചെയ്ത് നടക്കാനാണ് ചാൻസ് ഉള്ളത്. ബട്ട് ഇതിന് ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവണമെങ്കിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും ഫോം ചെയ്താൽ നമുക്ക് ഇതിനൊരു ബ്രേക്കൗട്ട് എപ്പോഴാണ് വരണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെയാണെന്ന് ഞാൻ ഒരു ഫ്യൂച്ചർ വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ സൈഡ് വൈസ് മാർക്കറ്റ് നിങ്ങൾ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കി വെച്ചാൽ മതി. ഒരു റേഞ്ചിൻ്റെ അകത്ത് മാത്രം നിൽക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് സൈഡ് വൈസ് മാർക്കറ്റ്. ഇത് നമുക്ക് ആ പാരലോഗ്രാം രീതിയിൽ വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ റിയലായിട്ട് ഞാൻ ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ട്രെൻഡ് ഡിപ്പെൻഡ്സ് upon ടൈം ഫ്രെയിം. ട്രെൻഡ് ടോട്ടലി ഡിപ്പെൻഡ്സ് upon ടൈം ഫ്രെയിം. ഓക്കെ, ഇതിൽ ട്രെൻഡ് നമുക്ക് മനസ്സിലായി. ട്രെൻഡ് ഏതൊക്കെയാണുള്ളത്? അപ്പ് ട്രെൻഡ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ഉണ്ട്, സൈഡ് വൈസ് ട്രെൻഡ് ഉണ്ട്. ഇതിൽ ടോട്ടലി ഏതൊക്കെ ട്രെൻഡ് ഏതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം ഫ്രെയിം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതിപ്പം മനസ്സിലായില്ലെന്ന് വരില്ല. ബട്ട് ഇതൊരു റിയൽ ടൈം എക്സ്പ്ലെയിനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഷോർട്ടർ ടൈം ഫ്രെയിം. ഷോർട്ടർ ടൈം ഫ്രെയിം എന്ന് യൂസ് ചെയ്യുന്നത് ഫോർ ലൈക്ക് 3 മിനിറ്റ് 5 മിനിറ്റ് ചാർട്ടിലൊക്കെയാണ് ഷോർട്ട് ടൈം ഫ്രെയിം ഉള്ള ട്രേഡേഴ്സ് ചെയ്യുന്നത്. അതേ ലൈക്ക് ഇൻട്രാഡേ ട്രേഡേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് ഷോർട്ട് ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത്. മീഡിയം ടൈം ഫ്രെയിം ഉള്ള ആൾക്കാരാണ് സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത്. മീഡിയം ടൈം ഫ്രെയിമുള്ള ആൾക്കാർ. ഷോർട്ടർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ചാർട്ടിൻ്റെ അകത്ത് വരുന്നതാണ് ഷോർട്ടർ ടൈം ഫ്രെയിം. മീഡിയം ടൈം ഫ്രെയിമിൻ്റെ അകത്ത് വരുന്നതാണ് ഒരു ഡേയ്സ് 2-3 ഡേയ്സിൻ്റെ അകത്ത് വരുന്ന ഒരു ചാർട്ടായിരിക്കാം, അല്ലെങ്കിൽ മന്ത്സ് വരാം. അതെല്ലാം ഒരു മീഡിയം ടൈം ഫ്രെയിമിൽ വരാം. ലോങ് ടൈം ഫ്രെയിമിൽ വരുന്നതാണ് പ്യുവർലി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് അവർ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് അടുത്ത് സെല്ലിംഗ് പൊസിഷനിലേക്ക് പോകുന്നത് ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കാം. ഓക്കെ, അപ്പം ദാറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് upon ദി പേഴ്സൺ. ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഏത് ട്രേഡിംഗ് ആണ് കാറ്റഗറിയിലേക്കാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിലൊരു റിയൽ ടൈം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കൺസിഡർ എ സ്റ്റോക്ക് ട്രേഡിംഗ് അറ്റ് 1000 റുപ്പീസ്. ഒരു സ്റ്റോക്ക് 1000 റുപ്പീസിൽ ട്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിൽ 2 റോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടൈം ഫ്രെയിമും ഒരെണ്ണം ട്രെൻഡ്. ഇപ്പം 5 മിനിറ്റ് ചാർട്ടിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, 5 മിനിറ്റ് ചാർട്ടിലാണെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഇൻ കേസ് ഇപ്പോൾ 1 അവർ ചാർട്ട് നമ്മൾ സെയിം സ്റ്റോക്കിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുകയാണെങ്കിൽ അത് സൈഡ് വൈസ് മാർക്കറ്റ് ആയിരിക്കും. അപ്പം ഓക്കെ, ഇനി നമ്മൾ ഡെയിലി ചാർട്ട് ആ സെയിം സ്റ്റോക്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് അപ്പ് ട്രെൻഡ് ആയിരിക്കും. ഇനി ആ സെയിം ചാർട്ട് നമ്മൾ വീക്ക്ലി ചാർട്ടിൽ നമ്മൾ സെയിം സ്റ്റോക്ക് നമ്മൾ വീക്ക്ലി ചാർട്ടിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതൊരു സ്ട്രോങ് അപ്പ് ട്രെൻഡ് ആയിരിക്കും, ഒരു ബുള്ളിഷ് പാറ്റേൺ ആയിരിക്കും ആ ഒരു മാർക്കറ്റിൽ. ഓക്കെ, അപ്പം അതാണ് പറയുന്നത് ട്രെൻഡ് ടോട്ടലി ഡിപ്പെൻഡ്സ് upon ദി ടൈം ഫ്രെയിം. നമുക്കൊരു റിയൽ എക്സാമ്പിളിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാൻ എടുത്തേക്കുന്ന ബ്രോക്കർ എന്ന് പറഞ്ഞേക്കുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ എടുത്തേക്കുന്ന സ്റ്റോക്ക് മുത്തൂറ്റ് ഫൈനാൻസ് ലിമിറ്റഡ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോക്കാണ് മുത്തൂറ്റ് ഫൈനാൻസ് ലിമിറ്റഡ്. അതിൽ ഞാൻ എടുത്തേക്കുന്നത് ഒരു 5 മിനിറ്റ് ടൈം ചാർട്ടാണ്. 5 മിനിറ്റ്. ഓക്കെ, ഈ 5 മിനിറ്റ് മെയിൻലി യൂസ് ചെയ്യുന്ന ഇൻട്രാഡേ പോലത്തെ ട്രേഡ്സ് ഒക്കെ എടുക്കാനായിട്ടാണ്. അപ്പോൾ ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ട്രേഡ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ്. ഓർ ലൈക്ക് ആ ഒരു വീക്കിൻ്റെ അകത്ത് തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഒരു ഡേയിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രേഡിനെയാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. കഴിഞ്ഞ് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്, ബട്ട് ഇൻട്രാഡേ എന്ന് പറയുന്നത് സിംപ്ലി അങ്ങനെയാണ് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി ഇൻട്രാഡേയിൽ ഞാൻ ഈ മുത്തുവിൻ്റെ 5 മിനിറ്റ് ചാർട്ടിൽ ഞാൻ ഇപ്പോൾ സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. സൂം ഔട്ട് ചെയ്യുമ്പം ഓക്കെ, ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കൈൻഡ് ഓഫ് ഏത് ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് നിങ്ങൾക്ക്, ഏത് ടൈപ്പ് ഓഫ് ട്രെൻഡാണ് തോന്നുന്നത്? ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ട്രെൻഡാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജസ്റ്റ് നമ്മൾ നോക്കിയാൽ തന്നെയാണ് ജസ്റ്റ് ഒരു സൈഡ് വൈസ് ട്രെൻഡാണ്. ഇതൊരു പാറ്റേണും ഇല്ല, ഒരു ഫോമും ഇല്ല, ഒരു ട്രെൻഡ് ബ്രേക്കൗട്ട് ഇല്ല, ട്രെൻഡ് ഒരു സപ്പോർട്ടില്ല, റെസിസ്റ്റൻസ് ഇല്ല, ഒരു ഡിസിഷൻ ഇല്ല. എല്ലാം ഒരു റേഞ്ചിൻ്റെ അകത്ത് ട്രേഡ് കിടക്കുന്നതിനാണ് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഇവിടെയൊക്കെ ബൈയും സെല്ലും ചെയ്ത ആൾക്കാർ പെടും.
ഓക്കെ. നിങ്ങൾക്ക് ഒരു ഫ്ലോ കിട്ടത്തില്ല. നിങ്ങൾക്ക് എങ്ങോട്ടാണ് മാർക്കറ്റ് ഒരു ഡിസിഷൻ ഇല്ല. നിങ്ങൾ ഒരു ഇർറെഗുലർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവൻച്വലി ലോസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ വിത്ത് സീറോയിൽ തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ചാൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. ഓക്കെ. നമുക്ക് അപ്പോൾ അതാണ് ഒരു ട്രേഡ്. നമുക്ക് 5 മിനിറ്റ് ചാർട്ടിൽ നമ്മൾ മുത്തുവിൻ്റെ നോക്കിയപ്പം നമുക്കൊരു എന്താണ് കണ്ടത്? സൈഡ് വേസ് ചാർട്ടാണ് കണ്ടത്. ഓക്കെ. ഇനി അപ്പോൾ അടുത്ത 5 മിനിറ്റ് ഞാൻ ചേഞ്ച് ചെയ്ത് ഞാൻ ഒരു 3 മിനിറ്റിൽ നോക്കിയാണ്. 3 മിനിറ്റിൽ നോക്കിയപ്പം എന്താണ് നമ്മൾ കണ്ടത്? ഇതും ഒരു കൈൻഡ് ഓഫ് എന്ത് പറയാനാണ്, ഒരു സൈഡ് വേസ് ചാർട്ടാണ്. ബട്ട് ഒരു ഓവറോൾ ഒരു മൊമെൻറ്റം ഇല്ല. ഒരു മൊമെൻറ്റം നമുക്ക് കാണാതെ ജസ്റ്റ് ഒരു എന്ത് പറയാനാണ്, ഒരു നോർമൽ കൈൻഡ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ ജസ്റ്റ് ഒരു മൊമെൻറ്റം ഇല്ലാത്ത ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് നമുക്ക് അവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഓവറോൾ കണക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ 3 മിനിറ്റ് മാറ്റി ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഞാൻ ഒരു 1 അവർ എടുക്കുകയാണ്. 1 അവർ, ഒരു മണിക്കൂറിൽ ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു എന്ത് പറയാനാണ്, ഒരു ഓരോ അവറിൽ മാർക്കറ്റ് ഉണ്ടാക്കിയ ട്രേഡ്സ് ആണ്. ഓരോ അവറിൽ മാർക്കറ്റ് ഉണ്ടാക്കുന്ന മൂവ്മെൻറ്റ്സ് ആണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ എടുത്ത ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് മൺഡേ 15 ജൂൺ മുതൽ നമുക്ക് വെനസ്ഡേ 17 ജൂൺ മുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാനാണ്, നമുക്ക് ഒരു ഐഡൻറ്റിഫൈ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മാർക്കറ്റ്. കൈൻഡ് ഓഫ് എന്ത് പറയാനാണ്, നമുക്കൊരു ഒരു 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 മാർക്കിലാണ്. ഇതിലൊരു ലോങ് ട്രേഡ് എടുക്കുന്ന ഒരു പൊസിഷനിൽ എടുക്കുന്ന ആൾക്കാരാണ് ഒരു 1 അവർ ട്രേഡ് എടുക്കുന്നത്. ഒരു സ്വിംഗ് ട്രേഡ് കൈൻഡ് ഓഫ് ആൾക്കാരാണ് ഈ 1 അവർ ട്രേഡ് മാർക്കറ്റിൽ ജസ്റ്റ് നോക്കുന്നത്. ബട്ട് ഇതിൽ നമുക്ക് എടുത്താലും നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് മാർക്കറ്റ് ഒരിടത്ത് ഡൗണിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല, ഔട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇതൊരു ഒരു കൈൻഡ് ഓഫ് സൈഡ് വേസ് മാർക്കറ്റാണ്. അതൊരു ട്രാപ്പിംഗ് ആണ്. ഓക്കെ. നമുക്കിനി ടൈം ചാർട്ട് ഒന്ന് മാറ്റി നമുക്കൊരു ഡേ 1 ഒരു ഒരു 1 ഡേ ടൈം ചാർട്ട് ഞാൻ ഒന്ന് എടുക്കുകയാണ്. 1 ഡേ ടൈം ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ഓക്കെ. മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് നമുക്ക് ഒരു 1 ഡേ ടൈം ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ. ഇത് 11-ാം തീയതി ജൂണിന് മാർക്കറ്റ് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ 12-ാം തീയതി ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു മാർക്കറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് 15, 16, 17 ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അപ്വേർഡാണ്. അപ്പോൾ നമുക്ക് സൈഡ് വേസിൽ നമ്മൾ 5 മിനിറ്റും 1 അവർ ചാർട്ട് നോക്കിയപ്പോൾ സൈഡ് വേസിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് 1 ഡേ ചാർട്ട് കൊണ്ട് നമുക്ക് ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു ടെൻഷൻ നമുക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഡൗൺ സൈഡിലേക്കാണ് വന്നത്. അവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റിൻ്റെ എങ്ങോട്ടാണ് മൂവ്മെൻറ്റ് നമുക്ക് അവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ. ഇനി നമ്മൾ 1 ഡേ മാറ്റി 1 വീക്ക് എടുക്കുകയാണ്. 1 വീക്ക് എടുക്കുമ്പം നോക്കി മാർക്കറ്റ് എങ്ങോട്ടായിരിക്കുകയാണ് പോകുന്നത്. മാർക്കറ്റ് കഴിഞ്ഞ ഈ ആഴ്ച എങ്ങോട്ടാണ് മാർക്കറ്റ്, ജസ്റ്റ് ഇതൊരു കൈൻഡ് ഓഫ് ഡോജി ക്യാൻഡിലാണ്. ഡോജി ക്യാൻഡിൽ എടുത്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ഓവറോൾ സ്ട്രക്ചർ ഒരു ഡൗൺ സൈഡിലേക്കാണ്. ഡൗൺ സൈഡിലേക്ക് വന്ന് ജസ്റ്റ് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തതേ ഉള്ളൂ. ഇതൊരു ബ്രേക്ക് പോയി മേളിലോട്ട് പോയി നമുക്കൊരു കൺഫേം ചെയ്യാനും പറ്റത്തില്ല. ഇത് റിവേഴ്സിലും പോകാനും പറയാനും നമുക്ക് പറ്റത്തില്ല. ജസ്റ്റ് ഒരു കൈൻഡ് ഓഫ് എന്ത് പറയാനാണ്, ഒരു കൈൻഡ് ഓഫ് ഒരു ബൈയിങ് ക്യാൻഡിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബട്ട് ഇതിനായിട്ട് ഒരു ഒപ്പോസിങ് ആയിട്ട് അടുത്ത വീക്കിൽ ഒരു ബൈയിങ് ക്യാൻഡിൽ വന്നാൽ ലോങ് ട്രേഡേഴ്സിന് ഒരു പൊസിഷൻ ഒരു പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കണ്ടുകൊണ്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ. നമുക്കിനി ജസ്റ്റ് ഒരു 1 മന്ത് നോക്കാം. ഓക്കെ. അതെ. നമുക്കിപ്പോൾ 1 ഡേ നോക്കി, 1 വീക്ക് നോക്കി, 1 മന്ത്, ഒരു മാസത്തെ ട്രേഡ് നമുക്ക് നോക്കുമ്പം ഇതിൽ ക്ലിയർ നമുക്ക് ഒരു ഐഡൻറ്റിഫൈ നമുക്ക് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഈസ് കറൻറ്റ്ലി ഇൻ ഡൗൺ സൈഡ്. ഓക്കെ. അപ്പം നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ട്രേഡറാണ് നിങ്ങൾ എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഒന്ന് ട്രേഡിലേക്ക് ഇറങ്ങാൻ. നിങ്ങളിനി മന്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളിനി ചിലപ്പം എന്താ പറയുക, നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്ററോ ലോങ് ടേം ട്രേഡറോ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ഒരു സെൽ ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ടിപ്പിൽ വെച്ച് നിങ്ങൾക്ക് അത് പ്രോഫിറ്റ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം അത് നിങ്ങൾ അത്രയും നാൾ വെയിറ്റ് ചെയ്യണം. അതിനാണ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ. അത് പ്രോഫിറ്റ് ഹൈ ആയിരിക്കും. റിസ്ക് വലുതായിട്ട് വരത്തില്ല. ബട്ട് വോളറ്റൈൽ കാണും. നിങ്ങളുടെ പ്രൈസ് നിങ്ങളുടെ ഒരു ക്യാപിറ്റലിൽ ഒരു നല്ല വോളറ്റൈൽ കാണും. ഓക്കെ. അപ്പം ഇതാണ് ഒരു മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ പല പല ടൈം ഫ്രെയിം ഇട്ട് നോക്കണം. നമുക്ക് മാർക്കറ്റിൽ ഒരു സെക്കൻഡ്സ് ഇട്ട് നമുക്ക് കാര്യങ്ങളില്ല. നമുക്ക് സെക്കൻഡ് ഇട്ടെന്നും പറഞ്ഞ് നമുക്ക് വലിയ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഓവർ കോംപ്ലിക്കേറ്റഡ് ആയി പോകത്തേ ഉള്ളൂ നമ്മൾ സെക്കൻഡ്സ് ഒക്കെ ഇടുമ്പോൾ. കാരണം മാർക്കറ്റ് ഒരു സെക്കൻഡിൽ ഇത്ര ഇങ്ങനെ പൊങ്ങി, ഒരു സെക്കൻഡിൽ താഴേക്ക് വന്നു, അങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഓവർ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. ഓക്കെ. ഇനി നമ്മൾ മാക്സിമം നമ്മൾ 3-5 മാർക്കറ്റ് നമ്മൾ ഇൻട്രാഡേയും 10 ഈ ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റ് നമ്മൾ ഈ ഒരു ടൈം ഫ്രെയിം നമ്മൾ ഇൻട്രാഡേയ്സിന് യൂസ് ചെയ്യുക. അത് ബെസ്റ്റ് സൂട്ടബിൾ ആണ്. ഇനി നിങ്ങൾ സ്വിംഗ് ട്രേഡേഴ്സ് ഒരു ലാർജ് ട്രേഡ് ഓഫ് ആണെങ്കിൽ നമ്മൾ മാക്സിമം ഒരു കൈൻഡ് ഓഫ് എത്രയാണ് ഒരു ഡേയ്സ് എടുക്കുക. ഒരു അവർ എടുക്കാൻ നമുക്ക് നോക്കാം. അല്ലാതെ പോലെ കൂടെ തന്നെ നമുക്ക് ഡേ എടുക്കുക. നമുക്ക് എത്ര ഡേയ്സിനകത്താണ് നമുക്ക് പ്രോഫിറ്റും സെല്ലും നമുക്ക് ചെയ്തെടുക്കേണ്ടത്, അതിനെ നോക്കിയിട്ടനുസരിച്ച് നിങ്ങൾ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് ട്രേഡർ ആയാലും മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താവുള്ളൂ. ഓക്കെ. നിങ്ങളിപ്പോൾ ഒരു സ്വിംഗ് ട്രേഡർ ആണെന്ന് പറഞ്ഞ് ഇനി ഞാൻ ഡേയിൻ്റെ ടൈം ചാർട്ട് നോക്കുന്നത് എന്തിനാണ്? അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എല്ലാം നിങ്ങൾ നോക്കുക. ഓക്കെ. ഒരു ഡിസിഷൻ എടുക്കാൻ എല്ലാം നോക്കിയെന്നും പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല. എല്ലാം നിങ്ങൾ നോക്കി അനലൈസ് ചെയ്തിട്ട് ട്രെൻഡ് ലൈൻസ് ഒക്കെ വരച്ചിട്ട് ട്രെൻഡ് ലൈൻസിനെ പറ്റി കുറച്ചും കൂടെ ഉള്ള ഒരു ഡീപ്ലി വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ മാർക്കറ്റിനെ പറ്റി. Trend depends upon the time frame you choose. Trend totally depends upon the time frame you choose. നമ്മൾ എക്സാമ്പിളിലൊക്കെ നോക്കിയതുപോലെ തന്നെ നമ്മളാദ്യം നമ്മുടെ ടൈം ഫ്രെയിം പോലെ ഇരിക്കും. നമ്മൾ ഏത് ടൈപ്പ് ട്രെൻഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഡിസിഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതെല്ലാം. അപ്പോൾ നമ്മൾ സിംഗിൾ ടൈം ഫ്രെയിമിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ നോക്കണം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ നിങ്ങളൊരു 3 മിനിറ്റും 5 മിനിറ്റ് 15 മിനിറ്റ്സ് 1 അവർ ടൈം ഫ്രെയിമൊക്കെ മാറ്റി മാറ്റി നോക്കണം. കാരണം ആ ഒരു ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങോട്ടാണെന്ന് ഒരു ഐഡിയ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഓൾവേസ് അനലൈസ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് ബിഫോർ മേക്കിംഗ് എ ട്രേഡ്. മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനലൈസ് ചെയ്ത് മാത്രമേ നിങ്ങൾ ഒരു ട്രേഡിലേക്ക് കയറാൻ പാടുള്ളൂ. അനലൈൻ യുവർ ടൈം ഫ്രെയിം വിത്ത് യുവർ ട്രേഡിംഗ് സ്റ്റൈൽ. നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിലായിട്ട് നമ്മുടെ ടൈം ഫ്രെയിമായിട്ട് ഒരു 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 പാറ്റേൺ കൊണ്ടുവരണം. എങ്കിൽ നമുക്ക് ഒരു സക്സസ്ഫുള്ളായി പോകാൻ, ഒരു കൺസിസ്റ്റൻ്റ് ആയി പോകാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. നിങ്ങളുടെ ട്രേഡേഴ്സ് കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു ദെൻ. ബൈ.